ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനി. ഒരു കോളേജ് ലൈഫ് ഞാൻ അങ്ങോട്ട് പഠിക്കുന്നില്ല. ആൾക്കാർ സത്യം ചോദിച്ചു തുടങ്ങി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗായ്സ്, നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് മിനിയാന്ന് കഴിഞ്ഞ ഫ്രൈഡേ എൻഡായി. ഇപ്പം നമ്മൾ റിട്ടേണിങ് ആണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം തൊക്കോട്ട്. അപ്പം ഇനി വിത്തിൻ ഒരു 30-40 മിനിറ്റ്സിൽ നമ്മൾ കാസർഗോഡ് എത്തും. കാസർഗോഡ് നിന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ, ചെറുത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കോയമ്പത്തൂർ ട്രെയിൻ ഉണ്ട് 10 മണിക്ക്. അപ്പം അതിന് പോകണം. ട്രിപ്പ് എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ പോകുമ്പം അങ്ങോട്ടേക്ക് പോകുമ്പം കുറച്ച് ഒരു എല്ലാവരും ഭയങ്കരമായിട്ട് ദൂരം നമ്മളെ സീറ്റെല്ലാം ദൂരം അടുത്തടുത്തായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റിട്ടേണിൽ നമ്മളെല്ലാം ഒന്നിച്ചാണ് നമ്മളെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല വൈബാക്കി, മാക്സിമം വൈബാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ പോകുമ്പോഴുള്ളതിനേക്കാളും ബെറ്റർ ആയിരുന്നു റിട്ടേൺ. സോ ട്രിപ്പിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ കുറേ നടക്കാനുള്ളതൊഴിച്ച് ബാക്കിയെല്ലാം നോക്കുമ്പോൾ നല്ല ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾക്കൊരു എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ആക്ച്വലി എനിക്ക് ഈ മൊണുമെന്റ്സ് കാണുന്നതിനേക്കാൾ ഇഷ്ടം എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് കുളുമണാലി കണക്കണ, അല്ലെങ്കിൽ ബഞ്ചി ജമ്പിങ്, പാരാഗ്ലൈഡിങ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അങ്ങനത്തെ ട്രിപ്പാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. പിന്നെ ഈ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ ട്രിപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്കായിരിക്കും പഠിത്തം. എനിക്കറിയില്ല, ഞാൻ ഇനി അങ്ങോട്ട് പഠിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പഠിത്തുന്നില്ല കാലഘട്ടം എൻ്റെ ഇത് എല്ലായിടത്തും അമ്മയുണ്ട് ഇവിടെ. ഇവരെല്ലാം പഠിത്തം നമ്മളിപ്പം +2 ഡിഗ്രി PG BEd ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആൾക്കാർ സത്യം ചോദിച്ചു തുടങ്ങി വീട്ടിൽ നിന്നെല്ലാം. എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയോട് എല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മോനും മോള് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഗൾഫിൽ പോയി അവിടെ പോയി ജോലിയൊന്നും ആവുന്നില്ലേന്ന്. അപ്പം അമ്മ പറയും, അതെന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും പഠിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 18 വയസ്സിലെ 15 വയസ്സിൽ അതെ നമുക്ക് വേണമെങ്കിൽ ഗൾഫിൽ പോയിരുന്നു. സോ അതല്ല ഇവിടെ നമ്മളെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇനി നമുക്കൊരു കോളേജ് ലൈഫ് ഇല്ലെങ്കിൽ എംബഡ് പോകണം. എനിക്കിനി പഠിക്കാനാവും തോന്നുന്നില്ല. താല്പര്യമുണ്ട് പോകാം, പക്ഷെ പഠിക്കാൻ ഇനി ആവും തോന്നുന്നില്ല. എക്സാം എല്ലാം മടുത്തു. ആക്ച്വലി അവർ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനി. സോ ഇനി പഠിക്കാൻ കഴിയില്ല എന്തായാലും. അതുകൊണ്ട് പഠിത്തം നിർത്തി നമ്മളെ വെറുതെ പോയിട്ട് വെറുതെ ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ഓക്കെ. എക്സാം തന്നെ പഠിക്കാമെന്ന് എന്നെ കൊണ്ടിനി കഴിയാം. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് മെമ്മറബിൾ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാനൊന്നും പോകുന്നില്ല. സോ ഇനി ട്രിപ്പ് നമ്മുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ട്രിപ്പായിരിക്കും. ആ ഒരു പ്രത്യേകത ഈ ഒരു ട്രിപ്പിന് മാത്രമേ ഉള്ളൂ, വേറൊരു ട്രിപ്പിനും ഇല്ല. അപ്പം നമ്മുടെ കോളേജ് ലൈഫിനും ഇവിടെയാണ്. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജോബ് ചെയ്യണം, പണിയെടുക്കണം പ്ലീസ് അല്ലേ. അപ്പം ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.